ദ്വിദിന ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമാണ്. സമരാനുകൂലികൾ ട്രെയിനുകൾ തടഞ്ഞത് റെയിൽ ഗതാഗതം താറുമാറാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ശബരിമലയിലേക്ക് മാത്രമാണ് KSRTC സർവീസ് നടത്തിയത്. ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന 48 മണിക്കൂർ ദേശീയ പണിമുടക്ക് പുരോഗമിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും പണിമുടക്ക് ഹർത്താലിന്റെ പ്രതീതി സൃഷ്ടിച്ചു. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ തടഞ്ഞത് സംസ്ഥാനത്തുടനീളം ട്രെയിൻ ഗതാഗതം താറുമാറാക്കി. വർക്കലയിലും ട്രെയിൻ തടഞ്ഞു. സെക്രട്ടേറിയറ്റിൽ ഹാജർ നില കുറവായിരുന്നു. 4860 ജീവനക്കാരുള്ള സെക്രട്ടേറിയറ്റിൽ 111 പേർ മാത്രമാണ് ജോലിക്കെത്തിയത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്പന്തൽ കെട്ടിയത് ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. കൊല്ലത്ത് വഞ്ചിനാട് എക്സ്പ്രസ് തടഞ്ഞു. KSRTC പമ്പ സർവീസ് മാത്രമാണ് നടത്തുന്നത്. ആലപ്പുഴയിൽ ബോട്ട് സർവീസുകളുമില്ല. കോട്ടയത്തും ട്രെയിൻ തടഞ്ഞു. മൂന്നാർ, തേക്കടി ടൂറിസ്റ്റ് മേഖലകളെ പണിമുടക്ക് ബാധിച്ചില്ല. വ്യാവസായിക നഗരമായ കൊച്ചിയിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. വൻകിട വ്യാപാര കേന്ദ്രങ്ങൾ ഭാഗികമായി പ്രവർത്തിച്ചെങ്കിലും മറ്റിടങ്ങളിൽ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. എയർപോർട്ട്, റെയിൽവേ, തുറമുഖം, കൊച്ചി മെട്രോ തുടങ്ങിയ വിവിധയിടങ്ങളിലായി തൊഴിലാളികൾ സമരത്തിന്റെ ഭാഗമായി. തൃപ്പൂണിത്തുറയിൽ രാവിലെ ട്രെയിൻ തടഞ്ഞു. പമ്പ, ശബരിമല സർവീസുകൾ മുടക്കമില്ലാതെ നടന്നെങ്കിലും KSRTC അടക്കമുള്ള പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലായി. ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സബ്റുള്ള നേരിട്ടെത്തി വ്യാപാരികൾക്ക് പിന്തുണ അറിയിച്ചെങ്കിലും ജനകീയമായി തന്നെയാണ് ദേശീയ പണിമുടക്ക് കൊച്ചിയിൽ പുരോഗമിക്കുന്നത്. കോഴിക്കോട് രാവിലെ 8 മണിയോടെ ചെന്നൈ മെയിൽ തടഞ്ഞു. പോലീസ് എത്തി സമരാനുകൂലികളെ അറസ്റ്റ് ചെയ്ത് നീക്കി. നഗരത്തിൽ മിഠായിത്തെരുവിൽ ചില കടകൾ തുറന്നു പ്രവർത്തിച്ചു. കണ്ണൂരിൽ 4ഇടത്ത് ട്രെയിനുകൾ തടഞ്ഞു. കാസർഗോഡ് ചെറുവത്തൂരിലും കാഞ്ഞങ്ങാടും ട്രെയിൻ തടഞ്ഞു. മലപ്പുറത്ത് മഞ്ചേരിയിൽ വ്യാപാരികളും സമരാനുകൂലികളും തമ്മിൽ സംഘർഷമുണ്ടായി. കടകൾ നിർബന്ധിച്ചടപ്പിച്ചു. കഴിഞ്ഞ ഹർത്താൽ ദിനത്തിലെ സംഘർഷം കണക്കിലെടുത്ത് ശക്തമായ സുരക്ഷയാണ് കോഴിക്കോട് നഗരത്തിലും മിഠായിത്തെരുവിലും പോലീസ് ഒരുക്കിയത്. PL കിരൺ, മീഡിയ 1, കോഴിക്കോട്.